ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1957 തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള വാട്ട്രമിറ്റ് എന്ന പുരാതന ക്ഷേത്രത്തിൽ 10 അടിയിലധികം ഉയരമുള്ള, കാണാനത്ര ഭംഗിയില്ലാത്ത ഒരു കളിമൺ ബുദ്ധപ്രതിമ ഉണ്ടായിരുന്നു. ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായി ഈ പ്രതിമ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ ഭീമാകാരമായ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ പ്രതിമയുടെ അമിതമായ ഭാരം കാരണം അതിലൊരു വലിയ വിള്ളൽ വീണു. അന്ന് രാത്രി ശക്തമായ മഴ പെയ്തു. പ്രതിമ നനഞ്ഞ് നശിക്കുമെന്ന് ഭയന്ന ഒരു സന്യാസി ടോർച്ച് വെളിച്ചത്തിൽ ആ വിള്ളൽ പരിശോധിച്ചു. അപ്രതീക്ഷിതമായി വിള്ളലിനുള്ളിൽ എന്തോ ഒന്ന് അസാധാരണമായി തിളങ്ങുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആകാംക്ഷയോടെ ഒരു ഉളിയും ചുറ്റുകയും എടുത്ത് പതുക്കെ കളിമൺ നീക്കം ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹം കണ്ടത് വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആ കളിമൺ പാളികൾക്കുള്ളിൽ ശുദ്ധമായ തങ്കം കൊണ്ട് നിർമ്മിച്ച സുവർണ പ്രതിമ തെളിഞ്ഞു വന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശത്രുക്കൾ രാജ്യം ആക്രമിച്ചപ്പോൾ അമൂല്യമായ ആ സ്വർണ്ണ പ്രതിമ അവർ കവർന്നുകൊണ്ടു പോകാതിരിക്കാൻ അന്നത്തെ സന്യാസിമാർ ചെയ്ത ഒരു മുൻകരുതലായിരുന്നു അത്. അവർ സ്വർണത്തിന് മുകളിൽ കളിമണ്ണ് പൂശി അതിനെ വിരൂപമാക്കി. കാലക്രമേണ ആ രഹസ്യമറിയാവുന്നവർ മരിച്ചു പോയതോടെ അത് വെറും ഒരു കളിമൺ പ്രതിമയാണെന്ന് ലോകം തെറ്റിദ്ധരിച്ചു. ഏകദേശം 200-ലധികം വർഷമാണ് ആ ശുദ്ധമായ സ്വർണം കളിമണ്ണിനുള്ളിൽ മറഞ്ഞിരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ സുവർണ പ്രതിമയ്ക്ക് തുല്യമാണ്. ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ അമൂല്യമായ സുവർണ ശോഭയുള്ളവരായും വിശുദ്ധരുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നാം നേരിട്ട പരാജയങ്ങൾ, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ, പാപ സാഹചര്യങ്ങൾ, ഭയങ്ങൾ എന്നിവ കളിമൺ പാളികളെ പോലെ നമ്മുടെ നന്മയെയും വിശുദ്ധിയെയും മൂടിക്കളഞ്ഞു. ഇന്ന് നാം കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് പുറമേയുള്ള ആ കളിമൺ പാളികൾ മാത്രമാണ്. അതിനാൽ തന്നെ നമ്മൾ അയോഗ്യരാണെന്നും വിരൂപരാണെന്നും നാം ചിന്തിക്കുന്നു. എന്നാൽ സത്യം അതല്ല. ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവികമായ പരിശുദ്ധിയുടെ മാറ്റുകുറയാത്ത സ്വർണമുണ്ട്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നെന്ന് എഫേസ്യർ 2:10 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൽപ്രവൃത്തികൾ ചെയ്യാനും വിശുദ്ധമായ ജീവിതം നയിക്കാനും സൃഷ്ടിക്കപ്പെട്ടവരായ നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ മാലിന്യങ്ങളേറ്റ് വിരൂപരായിരിക്കുന്നു. പുറമേ കാണുന്ന കളിമൺ പാളികൾ കണ്ട് നാം നമ്മെ തന്നെ കുറച്ചു കാണരുത്. ഉള്ളിലെ വിശുദ്ധിയും മൂല്യവും തിരിച്ചറിയുന്നതാണ് ആത്മീയതയുടെ ആദ്യപടി. നമ്മുടെ ഉള്ളിലെ ആ വിശുദ്ധി വീണ്ടെടുക്കാൻ കളിമൺ പാളികളാവുന്ന തിന്മകളെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ദൈവമക്കളെന്ന വലിയ അംഗീകാരവും പവിത്രതയും നമ്മുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ സുവർണ ശോഭ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഠിനമായി പരിശ്രമിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.